ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സാധാരണ ഞാൻ ഷോർട്സ് ആയിട്ടാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാന്ന് കരുതി കേട്ടോ. അപ്പൊ ഇന്നൊരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പൊ മുഖം ഭയങ്കര ഡ്രൈ ആണ്, ഈ കാറ്റ് തണുപ്പ് സീസണൊക്കെ അല്ലേ ഇപ്പോ. അപ്പൊ ഞാനൊരു മോയ്സ്ചറൈസർ പോലെ നമ്മുടെ തൈരില്ലേ, ഇത് കുറച്ചേരം തേച്ച് വെച്ചിട്ട് ഒന്ന് കഴുകി കളയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് തേക്കാം. തൈരൊക്കെ മുഖത്ത് തേച്ചിട്ടുണ്ട്. സംഭവം എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. എന്റെ ഫേസ് ഒക്കെ ഇപ്പൊ രാവിലെ എണീച്ചപ്പോ നന്നായി മുളിഞ്ഞിരിക്കായിരുന്നു. ഇത് തേച്ച് എന്തായാലും പോകും. ഞാൻ ഇതാണ് തേക്കാറ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും, കാരണം രാവിലെ നേരത്തെ ടൈമാണ്. പറഞ്ഞില്ലേ കല്യാണത്തിന് പോണം. ഇപ്പൊ കിളികളുടെ സൗണ്ട് ഒക്കെ ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അകത്ത് വെളിച്ചല്ല, അതാണ് ഞാൻ പുറത്ത് വന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. വെളിച്ചം കുറവാണ്, ഇവിടെ ആണെങ്കിൽ നല്ല വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പുറത്തുവന്ന് വീഡിയോ എടുക്കുന്നത്. ഇത് കുറച്ചേരം വെച്ചിട്ടൊന്ന് കഴുകി കളയണം. ഫേസൊക്കെ കഴുകി സെറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. എനിക്കൊരു തൈര് ഓക്കെയാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഫേസ് ഡ്രൈനെസ് ഒക്കെ ഒന്ന് പോയി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ആവാം. നിവ്യയുടെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പോൺസിന്റെ ആണ് യൂസ് ചെയ്യാറ്. പോൺസിന്റെ ഇപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞു, അപ്പൊ നമുക്ക് നിവ്യാണ് ഉള്ളത് കേട്ടോ. മോയ്സ്ചറൈസർ ഒന്നും ഞാൻ തേക്കാറേ ഇല്ല. അത് പറഞ്ഞാൽ ഇപ്പൊ ഒന്നാമത് നമുക്ക് ഈ കാറ്റും അതേപോലെ മുളിച്ചിലൊക്കെ വരുന്ന ഒരു കാലാവസ്ഥയില്ലേ, അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് തേക്കുന്നത്. എനിക്കെന്തോ മേക്കപ്പ് വിരോധിയൊന്നുമല്ല, എനിക്ക് മേക്കപ്പ് ഒട്ടും പോവാത്ത പോലെ ഫീൽ ആവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തേക്കാത്തത്. ഫെയർ ലവ്ലി ആണ് തേക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ വട്ടമാണ് ഗൈസ് ഫെയർ ലവ്ലി തേക്കുന്നത്. ഇതെന്റെ നായക്കുട്ടിയാണ് കേട്ടോ, ബാക്കിൽ ലിയോ, അവനെവിടെ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫെയർ ലവ്ലി തേക്കുന്നത്. ഫെയർ ലവ്ലി ഒന്നും ഞാൻ തേക്കാറേ ഇല്ല. അപ്പം അമ്മ പറഞ്ഞു ജസ്റ്റ് ഒന്ന് തേച്ച് നോക്ക്, ഒരു ഇത് വരും, എണ്ണമെഴുക്കൊക്കെ ഒന്ന് പോകുന്ന പറഞ്ഞ് തേച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം അതുകൂടി ഇത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഫെയർ ലവ്ലി കുറച്ച് തേക്കാം. ഇത് അമ്മയാണ് കേട്ടോ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തത് എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തേക്കുന്നുണ്ട്. വാസ്ലീനാണ് കേട്ടോ തേക്കുന്നത്. ഞാൻ ലിപ് ബാമൊന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാനൊരു ലിപ് ബാമാണ് ആകെ ലൈഫിൽ വാങ്ങിയിട്ടുള്ളത്. അത് നിവ്യൻ്റെ തന്നെ ഒരു ലിപ് ബാമായിരുന്നു. അപ്പം എനിക്കത് തേച്ച സമയത്ത് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചു. വാസ്ലീനാണ് തേക്കാറ് ആദ്യം തൊട്ട് തന്നെ. പൊതുവെ എല്ലാവരും വാസ്ലീൻ ചുണ്ടിൽ തേച്ച ചുണ്ട് കറക്കും അതാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ. ഞാനത് എപ്പോഴും തേക്കുന്ന ഒരാളല്ല. അതേപോലെ ചുണ്ടൊക്കെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ തേക്കാറുള്ളൂ. പക്ഷെ തേച്ചിട്ട് എനിക്കൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഇപ്പം ഞാൻ വാസ്ലീനാണ് ചുണ്ടിൽ തേച്ചിട്ടുള്ളത്. ഓക്കെ, പൗഡർ ഇടുന്നുണ്ട്. പൗഡറൊക്കെ ഞാൻ 3rd സ്റ്റാൻഡേർഡിലോ 4th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ നിർത്തിയതാണ് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പൗഡർ ഇടാൻ. ഇപ്പോൾ ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അതിൻ്റെ പൗഡറാണ്, കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം തേച്ചപ്പോൾ ഫേസ് നന്നായിട്ട് ഓയിലായ പോലെ തോന്നി. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ, കൺസീലർ, സൺസ്ക്രീന് ഇതൊക്കെ ഞാൻ ഒരു ടൈം മേടിച്ചതാണ്. ഒന്നും ഞാൻ മേടിക്കാത്ത ആളെന്നല്ലായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊക്കെ തേക്കുമ്പോൾ ഒട്ടും ഓക്കെ അല്ല, എനിക്കത് പോകുന്നില്ല. മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ഷെയ്ഡൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കിതാണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടാനും അതേപോലെ തന്നെ കുറച്ചുകൂടി മങ്ങി തോന്നാനും ഒക്കെ കേട്ടോ. അപ്പം ഒരു നോ മേക്കപ്പ് ലുക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ കണ്ണിൻ്റെ അടിയിൽ കൺസീലറൊന്നും തേക്കാൻ കുറേ ഡാർക്ക് സർക്കിളൊന്നും ഇല്ല, അപ്പോൾ അതുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് മാത്രമാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കണ്ണൊക്കെ എഴുതണം കേട്ടോ. ലാക്മിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐക്കോണിക് ഐലൈനറാണ്. എൻ്റെ അടുത്ത് മുന്നേ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കാറ്റത്ത് വെച്ചിട്ട് തുറന്ന് കാറ്റത്ത് കട്ട് പിടിച്ചു പോയി ഐലൈനർ. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. നല്ല സാധനമാണ് കേട്ടോ. എത്ര ഉരച്ചാലും വെള്ളം കൊണ്ട് ഫേസ് കഴുകിയാലും ഒക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ഐലൈനറാണ് ഞാൻ എഴുതുന്നത്. വെച്ച് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യമൊക്കെ കണ്ണ് എഴുതാൻ ഭയങ്കര ടൈം എടുക്കായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോൾ കുറേ സമയം അതിന് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യും. പിന്നെ അങ്ങനെ കുറച്ച് ടൈം മതി കേട്ടോ. ഇനി ചെറുതായിട്ട് ലൈറ്റായിട്ട് കൺമിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറല്ലാതെ ഒന്ന് ചെറുതായിട്ട്, ഇത്രേ ഉള്ളൂ. ഐഷാഡോ ഒന്നും ഇടുന്നില്ല കേട്ടോ. കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇനി കമ്മലിടുന്നത് പൊട്ടിടുന്നത് ഒക്കെ ഡ്രസ്സ് ഇട്ടതിന് ശേഷം ആക്കാന്ന് കരുതിട്ടോ. നമുക്ക് അതിനനുസരിച്ച് മാച്ച് ആവില്ലേ നോക്കാലോ. അപ്പൊ ഇതാണ് ഡ്രസ്സ്. ഇത് ഞാനിവിടെ എടുത്തൊരു ചേച്ചിയിലിരുന്ന് തയ്പ്പിച്ചതാണ് കേട്ടോ. മെറ്റീരിയൽ എടുത്തിട്ട് കണ്ടോ, ഒരു ഫ്രോക്കാണ്, എംബ്രോയിഡറി മെറ്റീരിയലൊക്കെയാണ് കേട്ടോ, നെറ്റ്. അപ്പം അത് ഇട്ടിട്ട് വരാം. ഇതാണ് ഗൈസ് ഡ്രസ്സ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, കാരണം എനിക്ക് തുന്നിയത് നല്ല കറക്റ്റായിട്ടാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട്. നല്ല കോൺഫിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ഇങ്ങനെയാണ് ഡ്രസ്സ്. ഇനി നമുക്ക് കമ്മലിടാം, പൊട്ടക്കിടാം.
ഐലൈനർ വെച്ചിട്ട് തന്നെ ഒരു പൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൈസ് കമ്മൽ കുറേ ഉണ്ട്, പക്ഷെ എനിക്കിങ്ങനെ ലോങ് ആയിട്ടുള്ള കമ്മൽ ഇതിൽ കിട്ടും പോകുന്ന പോലെ തോന്നുന്നില്ല കേട്ടോ. ഞാൻ കുറെ ഇട്ട് നോക്കി, പക്ഷെ എനിക്കൊരു മാച്ച് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്ത് കരുതി, ഈ കുഞ്ഞി സ്റ്റഡ്സ് ഉണ്ടല്ലോ ചെറിയ ഇങ്ങനെ, ഇത് ഇടാന്ന് കരുതി. ഇത് കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഇത് ഇടാന്ന് കരുതി. അപ്പം നമുക്ക് അതിടാം. കയ്യിൽ വാളയൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ ഈ ഒരു വാച്ചാണ് ഇട്ടിടുന്നത്. ഇത് റോളക്സിൻ്റെ ഒരു കോപ്പി വാച്ചാണ്. ഇതിനപ്പോൾ കൂടുതൽ ഇടാറ് ആ ഒരു വാച്ച് തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി മുടിയും കൂടിയും കെട്ടിയാൽ നമ്മുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മുടിയും കൂടിയും കെട്ടാം. ഹെയർ അപ്പം ഇങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചിടാന്നാട്ട് കരുതുന്നത്. ഇങ്ങനെ അഴിച്ചിട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പം മുടി കെട്ടേണ്ട പണിയില്ലല്ലോ. കുറേ ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ എൻ്റെ മുടിയിൽ ചെയ്ത് നോക്കാറില്ല. അപ്പോൾ അഴിച്ചിട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി കേട്ടോ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളാണ്. എനിക്ക് കണ്ടാൽ തന്നെ ചിലപ്പോൾ ബോറടിച്ചു എന്ന് വരും, പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെയാട്ടോ ഇഷ്ടം. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞു. എന്നെ ഇഷ്ടപ്പെട്ടവർ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ.